ഇനി ഒരു 6 ആഴ്ചക്കുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ സംഘം ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം. അത് ഇനി ഈ സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന, പ്രതിരോധത്തിലാക്കുന്ന അത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കുമോ ഇനി എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു കാര്യം. കാരണം ഈ ഹൈക്കോടതിയിൽ SIT നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ വലിയ തരത്തിലുള്ള ഗൂഢാലോചന നടന്നു, ക്രിമിനൽ ഗൂഢസംഘമാണ് ഇതിന് പ്രവർത്തിക്കുന്നത്, വലിയ വമ്പൻ കണ്ണികളുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ SIT തന്നെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നല്ലോ. അതിൽ നിന്ന് ഒരിക്കലും ഈ ഘട്ടത്തിൽ പിന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല എന്ന് തന്നെയല്ലേ നമ്മുടെ വിശ്വാസം? ഹൈക്കോടതിയുടെ മേൽനോട്ടം എന്ന് അവസാനിക്കുന്നോ അന്ന് ഈ കേസ് തിരിഞ്ഞു മറിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മേൽനോട്ടത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. നമ്മൾ ഇതിനകത്ത് പൊളിറ്റിക്സ് കൊണ്ടുവരുന്നതിനേക്കാൾ അപ്പുറത്ത് സത്യം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് വേണ്ടത്. ആ സത്യം തെളിയിക്കാൻ നിഷ്പക്ഷമായ രൂപത്തിലുള്ള അന്വേഷണം, അതാണ് ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള അന്തരീക്ഷം ഒരുക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ നിലപാട്. അത് സത്യം തെളിയിക്കട്ടെ, കൃത്യമായി വരട്ടെ. ഒരു നത്തോലിയെ പിടിച്ച് മാത്രം ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല. അതോടുകൂടി ഈ കേസ് അവസാനിച്ചു എന്ന് എഴുതി തള്ളാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിന്റെ അവസാനത്തെ എൻഡ് വരെ പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. സ്വർണ്ണ കൊള്ളയാണ്. അതിപ്പോ ചെമ്പാക്കി മാറ്റിയാൽ അതിന്റെ അർത്ഥം ഈ കേസിന്റെ ചെമ്പ് തന്നെ പൊളിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് സംബന്ധിക്കരുത്. ഹൈക്കോടതിയുടെ ഒബ്സർവേഷനോട് കൂടി വന്നെങ്കിൽ മാത്രമേ സത്യം തെളിയൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒരു കാര്യം കൂടി, അതായത് നോക്കൂ, ഇവിടെ ഈ അറസ്റ്റ് അല്ലെങ്കിൽ ഈ കസ്റ്റഡി അന്വേഷണ സംഘം കടക്കാൻ കുറേയധികം താമസിച്ചു എന്നുള്ളതല്ലേ ഉയരുന്ന ചോദ്യം. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മുരാരി ബാബുവിന്റെ അറസ്റ്റ് അടക്കം അല്ലെങ്കിൽ ചോദ്യം ചെയ്യലടക്കം ഇത്രയും അധികം ഈ SIT ചാർജ് എടുത്ത് ഇത്തരത്തിലുള്ള അന്വേഷണം തുടങ്ങി? ഇതാ നോക്കൂ, ഇന്നാണ്, ഈ നിമിഷത്തിലാണ് മുരാരി ബാബു അറസ്റ്റിലാകുന്ന ഒരു ഘട്ടം എത്തുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വൈകിച്ചത്? ഒപ്പം ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല റിപ്പോർട്ട് നമുക്ക് മുൻപിലുണ്ട്. ആ റിപ്പോർട്ടിന്റെ ഒക്കെ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരമൊരു അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ കടന്നത് എന്നുള്ള ഒരു സ്വാഭാവിക ചോദ്യം കൂടി നിലനിൽക്കുകയാണ്. ആ ചോദ്യത്തിന്റെ ഒരു അനുബന്ധം കൂടിയുണ്ട്. ഈ പുറത്ത് നിൽക്കുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യം കൊടുത്താൽ അവരിതിനെ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ഇതിന്റെ അനുബന്ധ ചോദ്യമാണ്. പുറത്ത് നിൽക്കുന്ന എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി. ആ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ടോ എന്നുകൂടി ഈ അന്വേഷണ സംഘം നോക്കേണ്ടതാണ്. ഈ അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ സെലക്ട് ചെയ്ത ടീമാണ്. അവർ സത്യസന്ധതയോടുകൂടി ചെയ്യുന്ന ട്രാക്ക് റെക്കോർഡുള്ള ആളുകളാണ്. പക്ഷെ ബാഹ്യ സമ്മർദ്ദത്തിന് വിധേയരാകാതിരുന്നാൽ മതി. അതിനുവേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകണം. അത് ഹൈക്കോടതിയിലൂടെ മാത്രമേ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയൂ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒരു കാര്യം കൂടി, അതായത് ഈ കുടുങ്ങിയതൊന്നും ചെറിയ മീനുകളല്ല. ഇതിന് പിന്നിൽ വമ്പൻ സ്രാവുകളുണ്ട്, വമ്പൻ ആളുകൾ പുറത്തുണ്ട് എന്ന തരത്തിലേക്കാണ് ഈ അന്വേഷണം കടക്കുന്നതും. ഈ ഘട്ടത്തിൽ എന്താണ് വ്യക്തമാകുന്നത്? ഇനി എങ്ങനെയാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ മുൻപോട്ട് പോക്ക്? നേരത്തെ ഇവർ CPM അടക്കം സർക്കാർ അടക്കം വ്യക്തമാക്കിയത് ഈ ആഗോള അയ്യപ്പ സംഗമം പൊളിക്കാൻ നീക്കം കോൺഗ്രസിനെതിരെ നടത്തി. അതിന്റെ ഭാഗമെന്നോണമാണ് ഇത്തരത്തിലുള്ള ഈ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ പുതിയ വിവാദം എന്നൊക്കെ നേരത്തെ CPM പ്രതികരിച്ചത്. പക്ഷേ അതൊന്നുമല്ല യാഥാർത്ഥ്യമെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. അന്വേഷണ സംഘം, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണ സംഘം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുൻപോട്ട് പോവുകയും അന്വേഷിക്കുകയുമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും CPM കൈ കഴുകി ഇനിയും മുൻപോട്ട് പോകാൻ കഴിയുമോ? നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കൊന്നും അറിയില്ല, ദേവസ്വം ബോർഡും സർക്കാരും അത്തരത്തിലൊരു നിലപാടായിരുന്നു VN വാസവൻ അടക്കം സ്വീകരിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് വന്നതോടുകൂടി നമ്മൾ കണ്ടതൊന്നുമല്ല യാഥാർത്ഥ്യമെന്ന് നമുക്ക് മനസ്സിലായിരിക്കുകയാണ്, കൂടുതൽ വെളിവായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇനി എന്ത് പറഞ്ഞ് സർക്കാരിനും ദേവസ്വം ബോർഡിനും പിടിച്ചു നിൽക്കാൻ കഴിയും? ഏതാണ്ട് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ പിന്നീട് വീണ്ടും വിളിച്ചു വരുത്തിയത്, ഈ കള്ളരെ തന്നെ കാര്യങ്ങൾ ഏൽപ്പിച്ചത് 2025 ഈ PS പ്രശാന്ത് ആണ്. അതിൽ നിന്നൊക്കെ ഇനി തലയുറാൻ കഴിയുമോ? ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഗവൺമെന്റിന്റെ ഒരു നിലപാടുണ്ട്. ഗവൺമെന്റിന് തടിയൂരുക എന്നുള്ളതാണ്. ഗവൺമെന്റ് അതിനുവേണ്ടി ഒരു പരിരക്ഷയുടെ പരിചയം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗവൺമെന്റ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ആഗോള വാചകമടിയാണ്. അതൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോവാനേ പോകുന്നില്ല. ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരല്ലേ സന്നിധാനത്തിരുന്ന സ്വർണം എങ്ങനെയാ ബാംഗ്ലൂരിലെത്തിയത്? ആരും അറിയാതെ പോകുമോ? കേരളത്തിൽ പോലീസ് ഉണ്ടായിരുന്നില്ലേ? അന്വേഷണം നടത്തുന്നില്ലേ? എത്ര ചെക്ക് പോസ്റ്റുകൾ ഈ ഇത്രയും ദൂരത്തിനുള്ളിലുണ്ട്? ആ ചെക്ക് പോസ്റ്റുകൾ എങ്ങനെ ഇത് സ്വർണം കടന്നു? അതിനെക്കുറിച്ച് ആലോചിക്കണ്ടേ? അപ്പൊ അതിന്റെ അർത്ഥം ഇതെല്ലാം വളരെ ശക്തമായ രൂപത്തിലുള്ള
സംരക്ഷണം കൊടുത്താണ് കൊണ്ടുപോയത് എന്ന് തന്നെയാണ്. അതിന്റെ ആളുകൾ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് നോക്കണം. അത് അന്വേഷണ സംഘം തീരുമാനിക്കട്ടെ. ഞാനിപ്പോ അന്വേഷണ സംഘത്തിനകത്തിന്റെ നിഗമനങ്ങളിലോട്ട് എത്തുന്നില്ല. കാരണം അവർക്ക് സ്വതന്ത്രമായി പോകാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ സ്വതന്ത്രമായ ഒരു സാഹചര്യം വന്നാൽ നിശ്ചയമായിട്ടും സത്യം പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിലെ ഏറ്റവും വലിയ ശുഭോദർക്കമായ ലക്ഷണം ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ തന്നെയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒരു കാര്യം കൂടി, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമര പരിപാടികളിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു, വലിയ തരത്തിൽ ഈ വിഷയം ചർച്ചയായി കൊണ്ടുവരികയും ചെയ്തതാണ്. ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി, പക്ഷേ അതിന് അവതരണ അനുമതി നൽകിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇനി എങ്ങനെയാണ് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഒരു മുന്നോട്ട് പോക്ക്? യഥാർത്ഥത്തിൽ നിയമസഭയിലെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഞാനാണ്. അപ്പൊ സ്പീക്കറാണ് പറഞ്ഞത് ഇത് കോടതിയിൽ കേസ് കിടക്കുകയാണെന്ന്. കോടതി കേസ് കിടക്കുന്ന ആരും വാദിയായിട്ട് കോടതി കൊടുത്ത കേസൊന്നുമല്ല, സിയോമോട്ടോ എടുത്ത കേസാണ്. കാരണം കൊള്ളയുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് കോടതി നേരിട്ടെടുത്ത കേസാണ്. ആ കാര്യം ചർച്ച ചെയ്യരുത് എന്നുള്ളതാണ് ഒബ്സർവേഷൻ വന്നത്. അത് ശരിയാണോ എന്ന് അന്നും ഞങ്ങൾ ചോദിച്ചു, ഇന്നും ഞങ്ങൾ ചോദിക്കുന്നു. അപ്പോ ഇതൊക്കെ ഒരുപറ്റ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി കരുതിക്കൂട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടേ നമുക്ക് കാണാൻ കഴിയൂ. അത് കൊള്ളക്കാർക്ക് കൂട്ടുപിടിക്കുകയാണ്. കൊള്ളക്കാർക്ക് കൊടപിടിക്കുന്ന ഒരു അന്തരീക്ഷത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. സത്യം പുറത്തു കൊണ്ടുവരണം. ഇതാരാണ് ഇതിന്റെ പ്രതി എന്ന് വരികലും അവരെത്ര ശക്തിയുള്ളവരായാലും ശരി, അവരെ ജനമധ്യത്തിൽ കൊണ്ടുവന്നേ മതിയാകൂ. കാരണം കേരളത്തിലെ ജനങ്ങളുടെ അവരുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിന്റെ ഭാഗമാണ് ഈ കൊള്ള മുതൽ തട്ടിക്കൊണ്ടു പോകുന്നതിന് ഇടയാകരുത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുരാരി ബാബു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. ഈ ചെറിയ മീനാണ്, അതായത് ചെറിയ ചെറിയ ആളുകളാണ് ഈ വലിയ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്, അറസ്റ്റിലായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുമോ? അതായത് കേരളത്തിലെ പ്രമുഖരായ ആളുകളിലേക്ക് അന്വേഷണം നീങ്ങുമോ? ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ? അറസ്റ്റ് വരെയുള്ള സാധ്യത അത് എത്രത്തോളമുണ്ട്? അത് സ്വതന്ത്രമായി നമ്മളുടെ അന്വേഷണ സംഘം മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അവരുടെ സത്യസന്ധമായ നിലപാടെടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അവരുടെ മുമ്പിൽ എത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇതിലെ പ്രധാനപ്പെട്ട ആളുകളെ വിളിക്കുമോ ഇല്ലയോ, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സന്നിധാനത്തിരുന്ന സ്വർണം ബാംഗ്ലൂരിൽ എത്തണമെന്ന് വരികിൽ മുരാരി ബാബു മാത്രം വിചാരിച്ചാൽ പറ്റില്ലല്ലോ. മുരാരി ബാബു അങ്ങനെ കേരളത്തിലെ പ്രമുഖനായ അല്ലെങ്കിൽ മഹാരാജാവൊന്നും അല്ലല്ലോ. അപ്പോ ഈ സാധനം അവിടെ എത്തണമെന്ന് വരികിൽ ഒത്തിരി ആളുകളുടെ ഒത്താശയുണ്ടായിട്ടിരിക്കണം, ഒത്തിരി ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിരിക്കണം. അവരെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അന്വേഷണ സംഘം വെക്കുന്നത്. ആ അന്വേഷണ സംഘത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റണമെങ്കിൽ കോടതി ഈ കാര്യം